ഈ പഴയ ആൾക്കാർക്ക് ജ്ഞാനമുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ പഴമയിലേക്ക് പോവുകയാണെങ്കിൽ പഴയ ആൾക്കാർക്ക് ജ്ഞാനം ഉണ്ടായിരുന്നുവെങ്കിൽ അതാണൊരു പാറ്റേൺ. ജസ്റ്റ് ബിക്കോസ് ദേ വെർ ലിവിങ് ഇൻ ദ പാസ്റ്റ് ജനറേഷൻ, ദേ വെർ നോയിങ് എവറിത്തിങ്. വാട്ട് അബൌട്ട് യു ആർ ഗോയിങ് ഫർദർ ബാക്ക്? യു സിംപ്ലി ഗോ ബാക്ക്. യു ആർ ഗോയിങ് ബാക്ക്. എന്തുകൊണ്ട് അവിടെ നിർത്തുന്നു? നമ്മളിപ്പോൾ കുഴിച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടാനുള്ള ഒരു സാധനം കിട്ടുന്നത് വരെ കുഴിക്കുന്നുള്ളൂ എങ്കിൽ അതൊരു അജണ്ടയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഖനനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ആഴത്തിലേക്ക് പോകേണ്ടി വരും. ഈ ചരിത്രകാരന്മാരൊക്കെ പലപ്പോഴും നടത്തുന്നത് ഞങ്ങളെല്ലാം വളരെ മോശക്കാരാണ്, ഞങ്ങളെല്ലാം നല്ലവരായിരുന്നു, ഞങ്ങളെല്ലാം ഉയർന്നവരായിരുന്നു, ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു കുഴിപ്പാണ്, ഒരു ഡിഗ്ഗിങ്. യു ആർ ഡിഗ് ചെയ്യുന്ന എവിടെയാണ്? നമുക്ക് ആവശ്യമായ സ്ഥലത്ത് വെച്ച് നമ്മൾ നിർത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ പഴയ ആൾക്കാർക്കെല്ലാം ജ്ഞാനം ഉണ്ടെങ്കിൽ അതിലും പഴയ ആൾക്കാർക്ക് എത്രമാത്രം ജ്ഞാനം ഉണ്ടായിരിക്കും. അവരുടെ അറിവുകൾ നമ്മൾ ശേഖരിച്ചില്ല, അവരെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. ആരായിരുന്നു അവർ? നമുക്ക് ഒരുപാട് പുറകോട്ട് പോകും. പഴമ കൂടുന്തോറും ജ്ഞാനം കൂടുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമ്മളെക്കാൾ നല്ല ജീവിത ശൈലിയും ചിന്താശൈലിയും വീക്ഷണങ്ങളും അവർക്കുണ്ടാകേണ്ടിയിരുന്നു. പക്ഷെ നമ്മളെല്ലാം ഇന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുകയാണ്. നമ്മൾ പറയുന്നത് എന്താണ്? അവരെല്ലാം കണ്ടുപിടിച്ചിരുന്നു, അവരെവിടെയൊക്കെ എഴുതി വെച്ചിരുന്നു. ലോകത്തെങ്ങും അങ്ങനെ ഒരു തെളിവില്ല. നമ്മളൊരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ എല്ലാ തദ്ദേശീയ ജനതകളും അവരുടെ തദ്ദേശീയ ജ്ഞാനതലത്തെക്കുറിച്ച് അമിതമായ അഭിമാനം പുലർത്തിയിരിക്കുകയും അവരെല്ലാവരും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ജസ്റ്റ് ഫോർ എ മേ ബി എ ഹൊറർ. 1901 മുതൽ 1921 വരെ കേരളത്തിൽ തിരുവിതാംകൂറിലെ ഒരു സെൻസസ് ഉണ്ട്. 1 മുതൽ 21, അതിൽ 11 മുതൽ 21 വരെയുള്ള തിരുവിതാംകൂർ എന്ന് പറയുന്ന അന്നത്തെ കന്യാകുമാരി ഡിസ്ട്രിക്ട് ഉൾപ്പെടുന്നുള്ള സ്ഥലമാണ്. എന്നിട്ട് ശരാശരി കേരള സ്ത്രീയുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 26 വയസ്സാണ് ശരാശരി. പുരുഷൻ എന്ന് പറയുന്നത് 25.5 വയസ്സ്. 1945 ഒരു നായർ തറവാട്ടിൽ ഒരു പ്രമുഖൻ തൻ്റെ മകളെ വിവാഹം ചെയ്ത് കൊടുത്തയച്ച ഒരു കത്ത് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളാരും കണ്ടിട്ടുണ്ടാകും. ആ കത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട അല്ലെ ബഹുമാനപ്പെട്ട ഇന്നാർ, ക്ഷണിച്ചിട്ട് എല്ലാം എൻ്റെ മകളുടെ വിവാഹം നടക്കുന്നു, ക്ഷണിക്കുന്നു. എന്നിട്ട് NB കൊടുത്തിട്ടുണ്ട്. NB കൊടുത്തിരിക്കുന്നതാണ് എല്ലാവരും അവരവരുടെ ഒരു ദിവസത്തെ റേഷൻ വിഹിതം കൊണ്ടുവരണം. 2 കാര്യങ്ങളാണ്. ഒന്ന്, അന്ന് അരി എന്ന് പറയുന്ന വളരെ ദുർലഭമായ വസ്തുവാണ്. മേൽജാതിക്കാർ മാത്രം കഴിച്ചിരുന്ന ഒരു സാധനം. ബാക്കിയുള്ള മനുഷ്യർ, നിങ്ങളിപ്പോൾ ശിവദാസമേനോൻ്റെ പുസ്തകം മലബാറിലെ ചിക്കാർ മുതലയും പുഴുവും എലിയും പെരിച്ചാഴിയിൽ നിന്ന് ജീവിച്ചിരുന്ന ഒരു സമൂഹം. അവിടെ ഈ അരി എന്നൊക്കെ ബംഗാളിൽ നിന്നും കർണാടകത്തിൽ നിന്ന് ഇറക്കി മതി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. ആ അരിയിൽ 10 ലക്ഷം രൂപയുടെ അരിയാണ് നമ്മൾ ഇറക്കുമതി എന്ന് പറയുന്നത്. ആ ഒരു 10 വർഷക്കാലം 77 മുതൽ 87 വരെ കാലഘട്ടം. 1800. അന്ന് ഒരാളുടെ ശമ്പളം എന്ന് പറയുന്നത് 25 പൈസയാണ്. അപ്പോഴാണ് ഇത്രയും അരി വളരെ കുറച്ച് പേർക്ക്, രാജകുടുംബാംഗങ്ങൾ, നായർ പ്രമുഖന്മാർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കായിട്ട് ചെയ്തു. അതായത് ഈ അരി വെറുതെ കളയാൻ പാടില്ലാത്തതുകൊണ്ട് അന്ന് നിയമം കൊണ്ടുവന്നു. കല്യാണ സദ്യ പാടില്ല. അപ്പോൾ കല്യാണ സദ്യ ഇവരുടെ ഒരു പ്രൗഢി അനുസരിച്ച് നടത്തണമെങ്കിൽ സദ്യക്ക് വിളിച്ചേ പറ്റൂ. അപ്പം സർക്കാരിനെ പറ്റിക്കാനായിട്ട് എഴുതിയൊക്കെയാണ് ഞങ്ങളിവിടെ സദ്യ ഒന്നും നടത്തുന്നില്ല, പിന്നെ ആളുകൾ അവരുടെ റേഷൻ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് പാചകം ചെയ്ത് കഴിക്കുന്നതേ ഉള്ളൂ. 1947 എൻ്റെ ഇരിപ്പുണ്ട് ആ കത്ത്. അവിടെ നിന്നാണ് ഇത് ഇത്രയും സമ്മോഹനമായിരുന്ന ഒരു കാലഘട്ടത്തിൽ, നിങ്ങൾ ഈ പറയുന്ന വിദ്യകളും ജ്ഞാനങ്ങളും അറിവുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ 1956 കേരളത്തിലെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത് 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 250 കുട്ടികൾ മരിക്കുകയാണ്. ഇന്നത് 12 1000 കുട്ടികൾ ജനിക്കുമ്പോൾ ഒരു വർഷം കൊണ്ട് മരിക്കുന്നവരെയാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റിയിൽ പെടുത്തുന്നത്. 1956 കാര്യം 4 കുട്ടികൾ ജനിക്കുമ്പോൾ ഒരാൾ മരിക്കുകയാണ്. നമ്മൾ സമ്മോഹനമായ, ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ഒരു പാസ്റ്റിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇത് നമ്മുടെ സമൂഹത്തിലെ വലിയൊരു റിട്രോഗ്രസീവ് ടെൻഡൻസിയാണ്. ഇപ്പോൾ ടീച്ചർ പറഞ്ഞു കടലിന് മേളിൽ ആരോ നടന്നിട്ടുണ്ട്. അത് കടലിന് മേളിൽ ആളുകൾ നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നതിൽ കുഴപ്പമില്ല, കഥയായിട്ട് ആസ്വദിക്കുന്നതിൽ കുഴപ്പമില്ല, തുപ്പൽ വെച്ച് കണ്ണ് അന്ധത മാറ്റിയെന്ന് വിശ്വസിക്കുന്നതിൽ കുഴപ്പമില്ല. പ്രശ്നം ഇതാണ്, നമ്മൾക്ക് കടലിന് മേളിലൂടെ നടക്കാനായിട്ടുള്ള യഥാർത്ഥ കഴിവ് ഈ ഒരു ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന വർഗത്തിന് ഇനിയും ആർജിക്കേണ്ടതായിരിക്കുന്നു എന്നുള്ളതാണ് ഒന്ന്. കഥകളിലൊക്കെയാണ്. അതുപോലെ തന്നെ അന്ധതയുടെ കാര്യത്തിലും നമുക്ക് ഇന്നും മണ്ണ് കുഴച്ചോ തുപ്പൽ പുരട്ടിയോ ഒന്നും ഇത് മാറ്റാൻ കഴിയുന്നില്ല. കഥകൾ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഈ കാലഘട്ടത്തിലെല്ലാം ഈ പറയുന്ന യോഗവിദ്യയും ഈ പറയുന്ന എല്ലാ അറിവിൻ്റെ അപാരതകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇത്രയും സോഷ്യൽ റിഫോർമേഷൻസ് നോക്കിയാലും എക്കണോമിക് റിഫോർമേഷൻസ് നോക്കിയാലും നമ്മൾ അന്ന് വളരെ നന്നായിരുന്നു എന്ന് പറയുന്നത് കേവലമായ ഒരു വിശ്വാസം. ഇറ്റ് ഡസൻറ്റ് മീൻ എനിത്തിങ് ഇഫ് യു പ്ലേസ് സംതിങ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു ബിലീവ്. നമ്മൾ വിശ്വസിക്കുന്നതെല്ലാം സത്യമാകണമേ എന്നുള്ള ആഗ്രഹം തെറ്റില്ല, പക്ഷേ സത്യത്തിൽ വിശ്വസിക്കണം എന്നുള്ള ആഗ്രഹമാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നും.